നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. VS അച്യുതാനന്ദന്റെ വേർപാടിൽ CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. പിതൃമോക്ഷ പുണ്യത്തിനായി പിതൃബലി തർപ്പണം നടത്തി ആയിരങ്ങൾ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കൊടകര യൂണിറ്റിന്റെ സിൽവർ ജൂബിലി സമ്മേളനം നടത്തി. കൊടകര കലാനഗറിൽ തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ചാലക്കുടി നഗരസഭ മാലിന്യ ശേഖരണ ഡ്രൈവ് ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന VS അച്യുതാനന്ദന്റെ വേർപാടിൽ CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, സുധൻ കാരയിൽ, CU പ്രിയൻ, അഡ്വക്കേറ്റ് സുധീർ ബേബി, ഫാദർ ഫ്രാങ്കോ പറപ്പുള്ളി, ജോർജ് താഴേക്കാടൻ, ജോൺ മുണ്ടൻമാണി, MK തങ്കപ്പൻ, PR പ്രസാദൻ, EK അനൂപ്, അമ്പിളി സോമൻ എന്നിവർ സംസാരിച്ചു. 17ാമത്തെ വയസ്സിൽ പാർട്ടി അംഗത്വം ഇപ്പോൾ 85 വർഷം 92ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന VS 85 വർഷമായി പാർട്ടിയുടെ അംഗമായി പ്രവർത്തനം ആരംഭിച്ച് നിരവധിയായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. VSന്റെ ജീവിതാനുഭവങ്ങൾ വളരെ പിതൃബലി തർപ്പണം നടത്തി ആയിരങ്ങൾ. പുലർച്ചെ 4 മണി മുതലാണ് ബലിതർപ്പണം ആരംഭിച്ചത്. പന്തലൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവിനോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ബലിതർപ്പണവും നടത്തി. വെളുപ്പിന് 3:30 നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ബലിതർപ്പണ മണ്ഡപത്തിലേക്ക് ദീപം എഴുന്നള്ളിച്ചു വച്ചതോടെ ബലിതർപ്പണം ആരംഭിച്ചു. ഇളയത്, ശാന്തികൾ എന്നിവർ നേതൃത്വം നൽകി. പിതൃമോക്ഷ പുണ്യത്തിനായി കൂടപ്പുഴ ആറാട്ടുകടവ് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. പുലർച്ചെ 4 മണി മുതൽ ബലിതർപ്പണവും 5:30 മുതൽ മഹാഗണപതി ഹോമവും ആരംഭിച്ചു. ഇത്തവണ പുഴയിൽ വെള്ളം കൂടുതലായ സാഹചര്യത്തിൽ മുകളിലെ പറമ്പിലാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. 6 തറകളും 6 പൂജാരിമാരുമാണ് ബലിതർപ്പണത്തിന് ഉണ്ടായിരുന്നത്. ശാന്തിമാരായ മോഹനൻ ഇളയത്, ബാബു, ബിനു, സുജേഷ്, അനിൽ, മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. ബലിതർപ്പണം കഴിഞ്ഞുവരുന്ന ഭക്തർക്ക് അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. നെല്ലായി മഹാമുനിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കടക വാവ് ബലിതർപ്പണത്തിന് നിരവധി ഭക്തരെത്തി. ക്ഷേത്രം മേൽശാന്തി നടുവം കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് ബലിതർപ്പണം നടത്താൻ എത്തിയത്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കൊടകര യൂണിറ്റിന്റെ സിൽവർ ജൂബിലി സമ്മേളനം നടത്തി. കൊടകര ഗാന്ധിനഗർ കൃഷ്ണ ആർക്കേഡിൽ നടത്തിയ ജൂബിലി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് MK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബൈജു പനംകുളം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ ജില്ലാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. യൂണിറ്റ് സെക്രട്ടറി PB ബൈജു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭാരവാഹികളായ MS സന്ദീപ്, PB ബിജു, MC ഡേവിസ്, KC ജോർജൻ, EG അഭിലാഷ്, ജോയ് നെല്ലിശ്ശേരി, MN വിൽസൺ, PG മനോജ് എന്നിവർ സംസാരിച്ചു. നിങ്ങൾ ചേർന്നു. അതുകൊണ്ട് നിലവിലുണ്ടായിരുന്ന നമ്മളുടെ സംസ്ഥാന വെൽഫെയർ, സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ മരണാനന്തരമുള്ള ഇൻഷുറൻസിൻ്റെ 5.5 ലക്ഷം രൂപ, അതുപോലെ നമുക്ക് വാർദ്ധക്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർദ്ധക്യകാല പെൻഷൻ,
നമ്മൾ നിർധനരായിട്ടുള്ള ഏതെങ്കിലും ഒരു മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ, കൊച്ചു മക്കളുണ്ടെങ്കിൽ അവരെ എത്രയാണോ ആ സമയത്ത് പഠിക്കണത്, നഴ്സറിയിലായാൽ പോലും ആ കുട്ടിക്ക് +2 വരെ പഠിക്കാനായിട്ട് എല്ലാ വർഷവും 10,000 രൂപ, ഇതൊക്കെ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം. സാംബോ മഹാസഭ തൃശൂർ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സാംബവർക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് സാംബവ മഹാസഭ തൃശൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് പി കെ ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് NV സുബ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യാതിഥിയായി. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ CK ശശി, KM കൗസല്യ, വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു, എഴുത്തുകാരായ ശങ്കരൻ ചെമ്പിച്ചിറ, MK കർണൻ, ഗായകൻ അയ്യപ്പദാസ് എന്നിവരെ ആദരിച്ചു. സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ചന്ദ്രൻ പുതിയടത്ത്, PM സുരേഷ്, ഭവാനികുമാരൻ, MK ദിനേശൻ, MV അനിലൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ, സെക്രട്ടറി PS ദിലീപ് കുമാർ, ചാലക്കുടി യൂണിയൻ പ്രസിഡന്റ് മോഹനൻ പട്ടാളി, പുതുക്കാട് യൂണിയൻ പ്രസിഡന്റ് NC സുധീർ, തൃശൂർ യൂണിയൻ പ്രസിഡന്റ് KT വിനോദ്, മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് VV ബാബു, ഷീല ചന്ദ്രൻ, PV വിനോദ്, VA സോമസുന്ദരം, സുലോചന രാജൻ, TK ലാലു തുടങ്ങിയവർ സംസാരിച്ചു. കലാസന്ധ്യ ചലച്ചിത്രഗാന രചയിതാവും ഗായകനുമായ രമ്യത് രാമൻ ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായി TR സുനിൽ, പ്രസിഡന്റ് KC സുരേഷ്, BB ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാർ PS ദിലീപ് കുമാർ, സെക്രട്ടറി കലാഭവൻ ജയൻ, ഓമനക്കുട്ടൻ, ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഈ സമ്മേളനം ഔപചാരികമായി നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ കൊടകര കലാനഗറിൽ തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. കലാനഗർ പുല്ലങ്കുഴി വീട്ടിൽ രാധാകൃഷ്ണന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. സ്വകാര്യ വ്യക്തിയുടെ തെങ്ങാണ് കടപുഴകി കോൺക്രീറ്റ് വീടിന് മുകളിലേക്ക് വീണത്. വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. തെങ്ങ് വൈദ്യുതി കമ്പികൾക്ക് മുകളിലൂടെ വീഴുകയായിരുന്നു. തെങ്ങ് വീണ് വീടിന് ഭാഗികമായി കേടുപാട് സംഭവിച്ചു. അപകട ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ട് രാധാകൃഷ്ണന്റെ ഭാര്യ വിദ്യ തെങ്ങ് മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ തെങ്ങ് മുറിച്ചു മാറ്റാൻ വേണ്ട നടപടികൾ എടുത്തില്ലെന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള പറമ്പിൽ നിൽക്കുന്ന തെങ്ങ് ഞങ്ങളുടെ വീടിന് ഭീഷണിയായിട്ട് ഒരുപാട് കാലമായിട്ട് നിൽക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഞങ്ങളുടെ അയൽസഭയിൽ പരാതി കൊടുക്കുകയും അത് തീർപ്പാവാണ്ട് വന്നപ്പോൾ പഞ്ചായത്തിൽ രേഖാമൂലം പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. 1 മാസം മേലെയായിട്ട് പരാതി കൊടുത്തിട്ട് അവർ ഇതുവരെ തെങ്ങ് മുറിക്കുകയോ മറ്റു നടപടിക്രമങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ അവസരം ഇന്ന് തെങ്ങ് വീണ് ഞങ്ങളുടെ വീടിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചാലക്കുടി നഗരസഭ മാലിന്യ ശേഖരണ ഡ്രൈവ് ആരംഭിച്ചു. ചാലക്കുടി നഗരസഭ മാലിന്യ ശേഖരണ ഡ്രൈവ് ആരംഭിച്ചു. ജൂലൈ 30-ാം തീയതി വരെയാണ് മാലിന്യ ശേഖരണ ഡ്രൈവ് നഗരസഭ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ വാർഡുകളിലെയും പ്രത്യേക സ്ഥലങ്ങളിലെയും മാലിന്യമാണ് ശേഖരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കര, ഹെൽത്ത് സൂപ്പർവൈസർ ജോൺ ദേവസ്യ, മുൻ കൗൺസിലർ വർഗീസ് വാറോക്കി, രവി എന്നിവർ പങ്കെടുത്തു. ഒരു കാര്യമാണ് ഈ വേസ്റ്റ്. തീർച്ചയായിട്ടും ഇത് പരിപൂർണമായും നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കുന്നതും അതുവഴി ചെറിയ സാമ്പത്തിക വരുമാനം കുടുംബങ്ങൾക്കായാലും സ്ഥാപനങ്ങൾക്കായാലും ലഭ്യമാകുന്ന രീതിയിലാണ് നമ്മുടെ ഈ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത് കൂടുതൽ ആകർഷകമാകുന്ന രീതിയിൽ ആളുകൾ പലപ്പോഴും ഇത് വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ഇത് വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്യാതിരിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ ചെന്നാലും നമുക്കറിയാം ഇത് വലിയ രീതിയിൽ കുന്നുകൂടി പരിസരങ്ങളൊക്കെ വളരെ വൃത്തിഹീനമായി കിടക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കാണാനായിട്ട് ഇടവരാറുണ്ട്. മേലൂർ ജംഗ്ഷനിൽ പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെട്ടു. മേലൂർ ജംഗ്ഷനിൽ പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. ഡ്രൈവർക്ക് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പുഷ്പഗിരി ഭാഗത്തു നിന്നും മിൽമയ്ക്കായി പാൽ കയറ്റിപ്പോയ വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. 700ഓളം ലിറ്റർ പാൽ റോഡിൽ ഒഴുകിപ്പോയി. ബൈക്കിനെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായതാണ് അപകടമുണ്ടായത്. റോഡിൽ ഒഴുകിപ്പോയ പാൽ ചാലക്കുടിയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയെത്തി ശുചീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,255 രൂപ, പവന് 74,040 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VS അച്യുതാനന്ദന്റെ വേർപാടിൽ CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. പിതൃമോക്ഷ പുണ്യത്തിനായി പിതൃബലി തർപ്പണം നടത്തി ആയിരങ്ങൾ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കൊടകര യൂണിറ്റിന്റെ സിൽവർ ജൂബിലി സമ്മേളനം നടത്തി. കൊടകര കലാനഗറിൽ തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ചാലക്കുടി നഗരസഭ മാലിന്യ ശേഖരണ ഡ്രൈവ് ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.